പ്രൈസലോ നമുക്ക് സ്തോത്രം ചെയ്യുന്നു. വരുന്ന യേശുക്രിസ്തു നാമത്തെ സ്നേഹമെന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറു ചിന്ത മാത്രം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ന്യായപ്രമാണം ഹൃദ്യസ്ഥമാക്കിയ പരീശന്മാരും യഹൂദയുടെ തലപ്പന്മാരും ഒക്കെ ന്യായപ്രമാണം അവർക്ക് നല്ലപോലെ ആദ്യം മുതൽ അവസാനം വരെ നന്നായി മനസ്സിലാക്കിയ വ്യക്തികളാണ്. തങ്ങളുടെ പ്രവൃത്തികളെ, സ്വന്തം പ്രവൃത്തികളെ അവർ ശരിയെന്ന് വെക്കുകയും അവർ മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങൾ വലിയൊരാളെന്ന് കാണിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ പലപ്പോഴും പക്ഷേ മറ്റൊരു ഭാഗത്ത് ദൈവവചനത്തെ ദുർബലമാക്കുന്ന അവരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പലപ്പോഴും അവരെ ശാസിക്കുകയും അവരുടെ പ്രവൃത്തികളോട് പല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരിക്കൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വ്യക്തിയെ കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. 12:41 ഇങ്ങനെ കാണുവാൻ സാധിക്കും. ദേവാലയത്തിന്റെ മുമ്പിൽ ഭണ്ഡാരപ്പെട്ടിയിൽ 2 കാശിടുന്ന ഒരു വിധവയെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ഈ ദേവാലയത്തിന് മുന്നിൽ അന്നത്തെ കാലത്ത് 13 പെട്ടികളുണ്ട്. പ്രൈസ് ലോർഡ്. അതിൽ 9 വഴിപാടിന് വേണ്ടിയിട്ടും ബാക്കി 4 ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഈ പരീശന്മാർക്കും അന്നത്തെ ലീഡർഷിപ്പിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വഭാവ രീതിയുണ്ട്. അവർ ഈ ഭണ്ഡാരപ്പെട്ടിയിൽ ഒത്തിരി പൈസ കൊണ്ടിടും. പ്രൈസ് ലോർഡ്. മാത്രമല്ല ഈ പൈസ കൊണ്ടിടുമ്പോൾ അവർ ഒത്തിരി ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിടുന്ന ഒരു രീതിയുണ്ട്. കാരണം അവർക്ക് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇത്രയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൻ്റെ നടുവിൽ ആമേൻ വിധവയായ ഒരു സ്ത്രീ തനിക്കുള്ളത് 2 കാശ് അവിടെ കൊണ്ടിട്ടു. അപ്പോൾ തന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരും അവിടെ മറ്റൊരിടത്ത് മാറി നിൽക്കുകയായിരുന്നു. 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, പിന്നെ യേശു ശിഷ്യന്മാരോട് അവൾ മറ്റുള്ളവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ചിന്തകളോ പ്രവൃത്തികളോ നമ്മുടെ തീരുമാനങ്ങളോ, നമ്മൾ പ്രാർത്ഥനയിലായാലും നമ്മൾ ഏതൊരു അവസ്ഥയിലായാലും പലപ്പോഴും പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ കൊണ്ട് സമർപ്പിക്കാറുണ്ട്, സബ്മിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യന്റെ കണ്ണുകൾ കെട്ടുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ പ്രശംസ നേടുവാനായിട്ട് പലതും നമ്മൾ കാണിച്ചു കൂട്ടിയെന്ന് വരും. പക്ഷേ അതിൻ്റെയൊക്കെ വിലയും മൂല്യം നിർണ്ണയിക്കുന്നത് എൻ്റെ യേശു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ നന്നായി അറിയുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്താലും എൻ്റെ ദൈവത്തിന് അതിൻ്റെ ഉദ്ദേശശുദ്ധി നന്നായിട്ട് അറിയും. പ്രൈസ് ദി ലോർഡ്. അത് ഒരിക്കലും മനുഷ്യന്റെ മുന്നിൽ മറച്ചു വെച്ചാൽ ദൈവത്തിന് മുന്നിൽ നമുക്കത് മറച്ചു വെക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആ ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തു മാറി എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് അവൾ മറ്റുള്ളവരെക്കാട്ടിലും അധികം ഇട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിധവയുടെ കയ്യിൽ തനിക്ക് ബാക്കിയായിട്ടൊന്നും ഉണ്ടായിട്ടല്ല. ഹല്ലേലൂയ. തൻ്റെ ഉപജീവനത്തിന് കിട്ടിയ ആ 2 കാശ്, ആമേൻ, അനേക വെള്ളിക്കാശുകൾ, വെള്ളി നാണയങ്ങൾ ഭണ്ഡാരപ്പെട്ടിയിൽ വീണപ്പോൾ അതിൻ്റെ ഒരു അംശം മാത്രമേ അതിന് ഈ ലോകത്തിന്റെ മുന്നിൽ അതിന് മൂല്യമുള്ളെങ്കിലും എൻ്റെ കർത്താവിന് അത് വലിയൊരു വിലയുള്ളതായിരുന്നു. അതിൻ്റെ മൂല്യം സ്വർഗത്തിന് വിലയുള്ളതായിരുന്നു. ഹല്ലേലൂയ. അവിടെയുള്ള പ്രമാണികളൊക്കെ അനേക നാണയങ്ങൾ ഹല്ലേലൂയ ആ ഭണ്ഡാരപ്പെട്ടിയിൽ വീണപ്പോൾ സ്വർഗം കേട്ടത് ഹല്ലേലൂയ കേട്ട ശബ്ദം ആ 2 നാണയമിട്ട 2 കാശിട്ട വിധവയുടെ ഹല്ലേലൂയ. ഇങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോ കാര്യങ്ങളിലും ഹല്ലേലൂയ നമ്മൾ വിലമതിക്കുന്നു എന്ന് തോന്നുന്നതൊക്കെ എൻ്റെ യേശു കർത്താവ് ചിലപ്പോൾ ഹല്ലേലൂയ അതിനെ കണ്ടെന്നുപോലും നടിച്ചു വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ദൈവസന്നിധി പൂർണ്ണ മനസ്സോടെ എൻ്റെ കർത്താവിനോടുള്ള ദൈവ സ്നേഹത്തിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് വലിയൊരു മൂല്യം എൻ്റെ കർത്താവ് അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ.